വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിച്ച് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാറിൻ്റെ തൂലികയിലൂടെ ഭഗവാന് പാദകാണിക്കയായി സമർപ്പിക്കുന്നു ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. സമ്പൂർണവും സമഗ്രവുമായ ഈ ചരിതം തുടക്കം മുതൽ ശ്രവിച്ച് എല്ലാവർക്കും സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനി ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ, അധ്യായം 1, ഭാഗം 5. സ്വരാഷ്ട്രീയൻ മതതത്വം. അഭൗതികത, ഭൂതാത്മകത, ഓജസ് എന്നിവയുടെ കൂടിച്ചേരലാണ് മനുഷ്യനെന്ന് സ്വരാഷ്ട്രീയൻ മതം വിശ്വസിക്കുന്നു. ഭാരതീയ വേദാന്തത്തിൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളെക്കുറിച്ച് പറയും പോലെ ആത്മാവ്, ശരീരം, ജീവൻ എന്നിവയാണ് ജീവികളുടെ 3 ഘടകങ്ങൾ. ഇതിൽ ആദ്യം സൃഷ്ടിച്ച ആത്മാവ് ജനന സമയം ശരീരത്തോട് ചേരുമത്രേ. മരണത്തോടെ വിട്ടുപോകുകയും ചെയ്യുന്നു. മരിച്ചാൽ അയാളുടെ ആത്മാവ് 4 ദിവസം അവിടെ ചുറ്റിപ്പറ്റി നടക്കും. അതിനാൽ ചെലവേറിയ ആരാധനകൾ മരണാനന്തരം 4 ദിവസം സ്വരാഷ്ട്രീയൻ മതക്കാർ നടത്തും. സ്ഥിര പരിശ്രമം ചെയ്യുക, കരാറുകൾ പാലിക്കുക, ഭരണാധികാരികളെ അനുസരിക്കുക എന്നിവ മതം മുന്നോട്ട് വയ്ക്കുന്ന അച്ചടക്ക മാർഗങ്ങളാണ്. സത്യം, പരസ്പര സ്നേഹം, ഭൂതദയ, ഔദാര്യം എന്നീ സദ്ഗുണങ്ങൾ ആർജിക്കുകയും ദുരഭിമാനം, ദുരാഗ്രഹം, അലസത, വ്യഭിചാരം, ധാരാളിത്തം, കടവായ്പകൾക്ക് അന്യായ പലിശ എന്നിവ വർജിക്കുകയും വേണം. ആദ്യകാലത്ത് തുറസായ സ്ഥലങ്ങളിൽ ഒത്തുകൂടി അഹൂരമസ്തയെ പ്രാർത്ഥിക്കുന്ന രീതികളായിരുന്നു ഇവർക്ക്. പിന്നീട് അവർ ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്നിട്ട് രൂപമില്ലാത്ത അഹൂരമസ്തയെ അഗ്നിയായി സങ്കല്പിച്ച് കത്തിച്ചു വെച്ച വിളക്കാണ് ആരാധനാലയത്തിൽ പ്രതിഷ്ഠിച്ചത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരമഗുരു കേരളദേശത്ത് കാരമുക്ക് എന്ന സ്ഥലത്ത് ദീപപ്രതിഷ്ഠ നടത്തിയത് ഈ ഘട്ടത്തിൽ അനുസ്മരിക്കാം. പാഴ്സികളായി ഇന്ത്യയിൽ. സ്വരാഷ്ട്രീയർ ഇന്ത്യയിൽ മതപ്രചരണത്തിനായി എത്തിയപ്പോൾ അവരെ പാഴ്സികൾ എന്നാണ് ഇന്ത്യക്കാർ വിളിച്ചത്. അവർ ഗുജറാത്തിലെ ഡ്യൂ എന്ന സ്ഥലത്താണ് കടലിൽ സഞ്ചരിച്ചെത്തിയത്. അവരെ പിൻപറ്റി കൂടുതൽ പാഴ്സികൾ ഇന്ത്യയിലെത്തി. ഗുജറാത്തിലെ സഞ്ചൻ എന്ന ദേശത്ത് അവർ അഹൂരമസ്തയ്ക്ക് ക്ഷേത്രം നിർമ്മിച്ചു. പിന്നീട് ഉദ്വാദ് എന്ന സ്ഥലത്തേക്ക് മാറ്റി. പാഴ്സികളുടെ പ്രധാന തീർത്ഥകേന്ദ്രമാണ് ഉദ്വാദ്. അവിടെ നിന്നും അവർ മഹാരാഷ്ട്രയിലേക്കും കുടിയേറി. സരതുഷ്ട്ര മരിച്ചപ്പോൾ സ്വരാഷ്ട്രീയൻ മതത്തിന് വ്യതിയാനങ്ങളുണ്ടായി. അഗ്നിയെ സൂര്യനായി കൽപ്പിച്ച് സൂര്യാരാധന തുടങ്ങി ഒരു കൂട്ടർ. അവരെ മിത്രമതക്കാർ എന്ന് വിളിച്ചു. മിത്രൻ എന്നാൽ അവരുടെ ഭാഷയിൽ സൂര്യൻ എന്നാണ്. സംസ്കൃതത്തിലും സൂര്യനെ മിത്രൻ എന്ന് വിളിക്കുന്നുണ്ട്. സൂര്യ നമസ്കാരത്തിൽ ആദ്യത്തെ മന്ത്രം ഓം മിത്രായ നമഃ എന്നാണ്. ഇതൊക്കെ വിവിധ സംസ്കാരങ്ങളുടെ കൂടിക്കുഴലിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. എല്ലാ മതങ്ങൾക്കും ഒരു പ്രകാശിതമായ കാലഘട്ടം ഉണ്ടാവും. നന്മയുടെ വിളനിലമായി ആ മതം അറിയപ്പെടും. എന്നാൽ മതപ്രചരണത്തിലൂടെ മതം ഭൗതികമായി വളരുമ്പോൾ എന്തിനെയാണോ തള്ളിക്കളഞ്ഞത് അതെല്ലാം മതത്തിലേക്ക് വീണ്ടും കടന്നു വന്ന് അതിനെ മലിനമാക്കും. മതവിശ്വാസികൾ മതത്തെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിച്ച് സകല തിന്മകളെയും അല്പസുഖത്തിനായി സ്വീകരിച്ച് ജീവിക്കും. ഇങ്ങനെയാണ് മതങ്ങൾ ദുഷിക്കാൻ ഇടയായത്. സ്വരാഷ്ട്രീയൻ മതവും ഇക്കാര്യത്തിൽ ഭിന്നരല്ല. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് ശുഗബാലിക പറഞ്ഞു, ഇനി ഇതേ കാലയളവിൽ ചൈന എന്ന ദേശത്തുണ്ടായ തപോ മതത്തെക്കുറിച്ച് പറയാം. അവൾ സ്വരാഷ്ട്രീയൻ മതകഥനത്തിനു ശേഷം വീണ്ടും പരമഗുരുവിനെ സ്തുതിച്ചു പാടുവാൻ തുടങ്ങി. പലമത സാരവുമേകമെന്നു ചൊല്ലി അരുളിനെ അൻപിനെ അനുകമ്പയെ
തൊട്ടുണർത്തിയോരൻ തമ്പുരാനെ. ജയ ജയ നാരായണ ഗുരുനാഥ, ജയ ജയ പരമാനന്ദമൂർത്തേ. ഇതോടെ ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ അധ്യായം 1 പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാവാം. 600 രൂപയടച്ചാൽ 1 വർഷത്തേക്കും 60 രൂപയടച്ചാൽ സിംഗിൾ കോപ്പിയും തപാലിൽ ലഭിക്കുന്നതാണ്. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. ശേഷം അഡ്രസ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. നമസ്തേ.